വെള്ളിയാഴ്ച രാവിലെ മുതൽ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവാകട്ടെ പകലാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പദവി എന്താണ്, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മരണം തരണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നത് വെറുതെയല്ല. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടുത്ത ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബക്കാര്, നമ്മളെ പോലുള്ള കുടുംബമല്ല, അല്ലാഹുവിനോട് അടുത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്ന, അല്ലാഹുവിന് കുടുംബക്കാരുണ്ടോ നബിയെ? ഉണ്ട്. ആരാ? അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാര്. അല്ലാഹ്ക്ക് മക്കളോ കൂടപ്പുറപ്പോ അല്ല, അല്ലാഹുവിലേക്ക് അത്രയും അടുത്തവരാരാ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ആ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ഓതുകയും ചെയ്യുന്നവർ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇന്നു മുതൽ മരിക്കണ കാലം വരെ പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും ഓതിയിട്ടേ ഉറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏത് സൂറത്ത് ഓതും? ഏത് സൂറത്ത് ഓതും? ഫാത്തിഹായോ അതോ ഇന്നാത്തനെ അതോ കുൽഹു വല്ലായോ? ഏതാ ഓതാ? ഒരെണ്ണം ഫിക്സഡ് ആക്ക്, അതാകുമ്പോ പ്രതിഫലം കിട്ടുമല്ലോ. സൂറ 30 ആയത്തുണ്ട് കാക്ക, ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. എളുപ്പമുള്ളത് വല്ലോ നോക്കാം. ഇപ്പൊ തറാവീക്ക് വരുമല്ലേ, ഇവിടെ എങ്ങനെ വല്ലുഹ മുതലാണ്? എടുത്ത് ഇവിടെ പോയപ്പോ, അടുത്ത വാഴന പോയപ്പോ പറഞ്ഞത് വല്ലുഹ മുതല. ചില പള്ളിയിൽ അലന്തറ മുതൽ താഴോട്ടടിക്കണം 10-10. ചില പള്ളികൾ വല്ലുഹ മുതൽ താഴെ വരെ 20 സൂറത്തുകൾ ഓതും. ചില പള്ളിയിൽ അലംതറ കൈഫ മുതൽ ഇഖ്ലാസ് വരെ വീണ്ടും ഒന്നുകൂടെ. അത്ര എളുപ്പം തീർത്തിട്ട് ഓടുന്നു. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് ധൃതി എങ്ങനെ നോക്കും, എവിടാടാ ഏർത്ത് തീരുന്ന പള്ളി. ഈ ചങ്ങനാശ്ശേരിയിൽ ഈ പായിപ്പാട് ഏറ്റവും ആദ്യം തീരുന്നത് ഏത് പള്ളിയിലാ നോക്കും. അല്ലോ പടച്ചോനെ, സലീം ഉസ്താദിന്റെ ഒക്കെ വിത്ര നമസ്കാരത്തിൽ വലിയ സൂറത്തൊക്കെ ഓതൻ, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എവിടെ എങ്ങനെ ഇപ്പൊ ഖത്തം തീർക്കല അല്ല എങ്കിലും അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം നമുക്ക് ഓതാം. ഇല്ലേ സാർ? ഓതല്ലേ? ഇൻഷാ അല്ലാഹ്. പള്ളിയില്ലല്ലോ, ഇവിടെ ഓതാനാ? ഈ കൊട്ടൻ തറയിലാ കിടക്കണ സുജൂദിലൊക്കെ. ഇതൊക്കെയാ നല്ലത്. ഇവിടെ സുജൂദ് ചെയ്യുമ്പോൾ കാലിനിത്തിരി വേദനയുണ്ട് കേട്ടോപ്പാ. സുജൂദ് ചെയ്യണ സമയത്ത് കാലിനിത്തിരി വേദനയുണ്ട്. അതിനൊരു പരിഹാരം മെമ്പറെ ഇതിനൊരു പരിഹാരം കാണണോപ്പാ. കാരണം ഉസ്താദിന് ഖബർ ചിന്തയും പരലോകമൊക്കെ ഓർമ്മ വരും. സത്യം പറഞ്ഞാൽ പുറകി വന്ന് നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അതായത് നിങ്ങളൊക്കെ ചിലർ മുസല്ല കൊണ്ടുവന്നിട്ട് നിസ്കരിക്കും. മുസല്ല കാലിൻ്റെ വേദന പഠിച്ചോനെ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ് കൊറോണയുടെ പേരും പറഞ്ഞ് ഉള്ളതൊക്കെ മാറ്റിയിട്ടിരിക്കുക. ഒരു ഇതുമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ടേക്കണം കേട്ടാ. ഷാജിയണ്ണം വിചാരിക്കും ഇങ്ങേരെന്തടാ എനിക്കിട്ട് തന്നെ കൂട്ടുന്നു. അല്ല, നമുക്ക് അല്ലല്ല ഇമാമെന്ന് പറഞ്ഞാൽ എല്ലാം പറയണോപ്പാ. നമുക്ക് ആരുടെയും ഭക്ഷണമൊന്നും ഇല്ല. എല്ലാവരും അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് നല്ലതല്ലേപ്പാ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് ആ സാധനമൊക്കെ വിരിച്ചിട്ട് എല്ലാവരും ഇത് പള്ളി ഇനി പഴയ അവസ്ഥയിലേക്ക് മാറണം. അപ്പം ചോദിക്കും, ഉസ്താദെ രോഗികൾ വന്ന് സുജൂദ് ചെയ്താ അതെന്തെങ്കിലും ചെയ്യാം. അതെന്തെങ്കിലും അവിടെ വെച്ചിരിക്കണം. ആ സാനിറ്റൈസ് എടുത്ത് ഇവിടെ മൊത്തം ഒഴിച്ചാൽ മതി. അതിങ്ങനെ വരിക, നിസ്കരിക്കുക, ചെക്കാ കയറുക, നിസ്കരിക്കുക കയറുക. എന്താപ്പാ അല്ലേ? തലയെ കൂടെ എടുത്ത് ഒഴിക്കാതെ വലിയ കാര്യം. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി. ഒരാൾ ചോദിച്ചതുപോലെ മസ്തല ചോദിച്ച പോലെ ഇതിനകത്തൊക്കെ ആൽക്കഹോൾ ഉണ്ടെന്നല്ലേ സാർ? വല്ല പോലെ ഒതുവെടുത്ത് ചില ഒതുവെടുത്ത് ഇങ്ങനെയൊക്കെ ഒതുവെടുക്കുമ്പോൾ തന്നെ വല്ലാത്ത കഴിവനെ അത് കഴുകിയില്ല ഇങ്ങോട്ട് കയറിയിട്ട് അത് കുറച്ച് വാരി തേച്ചിട്ട് ഉടച്ചവനെ ഈ സ്പ്രേ തന്നെ അടിക്കാൻ പാടില്ല എന്ന്. ആൽക്കഹോൾ ഉള്ളത് കാരണം വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തേക്കണ്ടെന്നല്ല കേട്ടോ, ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ തേക്കാം, അത് വേറെ വിഷയം. ശരി, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ഇപ്പം ഞാൻ ഒരു സൂറത്ത് പറയാം, ഓതുവോ? എളുപ്പമുള്ളതാവട്ടെ. അൽഹംദുലില്ലാഹ്. ഓതൂല്ലേ? ഏത് സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. കുഴപ്പമില്ലാത്തല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവർക്കും അറിയണതല്ലേ? ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഉറപ്പല്ലേ? ഓതൂല്ലേ? എന്തേ അല്ലാഹ് തരുന്ന പ്രതിഫലം? ഓതിയാൽ അല്ലാഹ് തരുന്ന പ്രതിഫലം എന്താ? ചുമ്മാന്നല്ല നീ വിചാരിക്കുക കുൽഹു അല്ലാഹ്. കുൽഹു അല്ലാഹ് അല്ല, അത് ഓതി അല്ലാഹ് തരുന്ന പ്രതിഫലം എന്താ?
എൻ്റെ പ്രിയപ്പെട്ടവരെ 12 പ്രതിഫലം കിട്ടും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പ്രതിഫലം? നമ്മൾ വിചാരിക്കും സാധാരണ ഒരു സൂറത്താണെന്നല്ല. ആ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമുണ്ട്. ആ സൂറത്തിനെ സ്നേഹിക്കുന്നവന് സ്വർഗമുണ്ട്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയെ ഒരു യുദ്ധത്തിനെങ്ങാണ്ട പറഞ്ഞു വിട്ടതാ, അമീർ ഇതല്ലാതെ വേറെ ഒന്നും ഓതണില്ല. അമീർ നിസ്കരിക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹ്. ഇത് കേട്ടിട്ട് സഹാബത്ത് വന്ന് പരാതി പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് വെച്ച്, എന്ത് ചങ്ങാതി, ഇപ്പൊ എനിക്ക് ആ സൂറത്തിന് വലിയ ഇഷ്ടവാ, അള്ളാഹുടെ ഏകത്വത്തെ കുറിച്ച് പറയണതല്ലേ. എല്ലാ സഹാബികളും വിളിച്ചു വഴക്കു പറയുന്നു വിചാരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നീ എന്റെ ഈ സൂറ, എനിക്ക് ആ സൂറത്ത് ഇഷ്ടമാ നബിയെ, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാ. കാരണം അള്ളാഹുവിനെ കുറിച്ചല്ലേ പറയണേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അള്ളാഹയെ കുറിച്ച് മാത്രമാ പറയണേ. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം. മുത്തുനബി പറഞ്ഞു, നീ പൊക്കോളാൻ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. സഹാബികൾ വിചാരിച്ചത് അത് മാറ്റി അടുത്ത സൂറത്ത് ഓതണമെന്ന് പറയുമെന്ന. ഇതിൽ പ്രവാചകൻ പറഞ്ഞു, നീ പൊക്കോ. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. ആ ചങ്ങായിയോട് പറഞ്ഞില്ല, സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. ആ സഹാബിക്ക് സ്വർഗമുണ്ട്. കാരണം എന്തേ? ആ സൂറത്ത് ഇഷ്ടപ്പെട്ടത് കൊണ്ട്. അതാ സൂറത്തുൽ ഇഖ്ലാസ്. 12 നന്മകളുണ്ടെന്ന. ഓരോന്നും നമുക്ക് പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഓതൂലേ? അല്ലാഹുവേ, പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല, ഏത് സൂറത്ത് ഓതിയാലും അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരില് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, ഈമാനുള്ള ഒരു മരണം തരികയാണ്. ഈമാനുള്ള ഒരു മരണം. അല്ലാഹു നിനക്ക് ഈമാനുള്ള ഒരു മരണം തരും. പടച്ചവനെ, നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാ, അല്ലാഹുവേ ഇതെന്തൊരു മരണമാണ് തമ്പുരാന്, എന്തൊരു പ്രകാശമാണ് തമ്പുരാന്, എന്തൊരു പുഞ്ചിരിയാണ് തമ്പുരാന്. അല്ലാഹുവേ, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ജനാസ കാണുന്നവർ മുഴുവനും കൊതിച്ചു പോവുകയാണ്. പടച്ചവനെ, ഈമാനുള്ള ഒരു മരണം അല്ലാഹു നിനക്ക് തരികയാ. 2, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇതൊരു ചെറിയ സൂറത്താണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇതിന്റെ പ്രതിഫലമാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാം അതിന്റെ പ്രതിഫലം. നിന്റെ കുടുംബക്കാര് കാണുകയാണ്, നിന്റെ ഭാര്യ മക്കള് കാണുകയാണ്, നിന്റെ നാട്ടുകാര് കാണുകയാണ്. അല്ലാഹുവേ, മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമാ. അങ്ങനെ ഒരു പ്രകാശം എല്ലാവർക്കും കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോ ചിരിക്കാൻ പറ്റും, പക്ഷേ മരിച്ചു കിടക്കുന്ന സമയത്ത് ആർക്കാ ചിരിക്കാൻ കഴിയുക? ആർക്കാ ചിരിക്കാൻ കഴിയുക? പടച്ചവനെ, ആ മരണവേദനയുടെ പ്രയാസത്തില് അല്ലാഹുവേ, പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാ. നിങ്ങൾ പലരുടെയും മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ. മുഖത്ത് നോക്കുമ്പോ തന്നെ ഭയമാണ്. മക്കളോട് പറയുന്നു, പോകണ്ട, പേടി തോന്നുമടാ പൊന്നുമോനെ. കണ്ണല്ലാഹുവേ, മുഖമെല്ലാം കരിവാളിച്ച് കറുത്തു, മുഖമൊക്കെ കറുത്തുപോയി, കണ്ണിങ്ങനെ തെള്ളിയിട്ട് പടച്ചവനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മരിച്ചു കിടക്കുകയാ. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം തരല്ലേ തമ്പുരാന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, മരിച്ചു കിടക്കുമ്പോ കാണാൻ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന പലരും പടച്ചവനെ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ
അറിയാൻ പോയവരുണ്ടല്ലോ. ആ മഹാനവറുകൾ പടച്ചവനെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ച് ഒരു ഭാഗം മുഴുവനും വല്ലാതെ പടച്ചവനെ അവിടെ നിന്ന് നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, പക്ഷേ മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ, മരിച്ചു കിടന്നപ്പോഴുള്ള പ്രകാശമുണ്ടല്ലോ, ആ മുഖത്തെ പുഞ്ചിരിയുണ്ടല്ലോ. പടച്ചവനെ ഇതുപോലെ എത്രയോ മഹത്തുക്കള്, ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര്, എന്റെ പ്രിയമുള്ളവരെ ഈ നാട്ടിലും നിങ്ങൾ ചിന്തിച്ചാ നിങ്ങൾക്ക് കാണാൻ കഴിയും. പലരും ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടവരാണ്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് കാണാൻ പറ്റൂല, നിനക്ക് കാണാൻ പറ്റൂല. പക്ഷേ ജനാസ കാണാൻ വരുന്നവർക്ക് മുഴുവനും കാണാൻ കഴിയുകയാണ്. ഈമാനുള്ള ഒരു മരണം അല്ലാഹു നിനക്ക് തരികയാ. 2 അല്ലാഹുവേ, പടച്ചവനെ മലക്കുകൾ കരയുകയാണ്, മലക്കുകൾ കരയുകയാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, സഹാബാ പായിപ്പാട് ചില വീടുകളിലും മലക്കുകൾക്കറിയാം. നാട്ടിലെ ചില വീടുകളും മലക്കുകൾക്ക് പരിചയമുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മലക്കുകൾക്കറിയാം എന്റെ വീട്. ഇനിയിപ്പോ നമുക്കറിയോ? നിങ്ങൾ ഇരിക്കണ എല്ലാവരുടെ വീട് നിങ്ങൾക്കറിയോ? അറിയോ? അറിയില്ല. പക്ഷെ ആർക്കറിയാം? അള്ളാന്റെ മലക്കുകൾക്കറിയാം, അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീട് പ്രകാശിക്കും അത്രേ. ഏത് വീട്? ഖുർആൻ ഓതുന്ന ഭവനം, ഖുർആൻ ഓതുന്ന വീട്. ഇനി ഏതെങ്കിലും ഒരു ദിവസം, എല്ലാ ദിവസവും നിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാറുണ്ട്, ഒരു ദിവസം കേട്ടില്ലെങ്കിൽ മലക്കുകൾ പറയത്ര, അല്ലാ ആ സിറാജിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കണില്ലല്ലോ, അല്ലാ ആ ചങ്ങാതിക്ക് സുഖമില്ലെന്ന് തോന്നുന്ന പടച്ചവനെ ദുആ ചെയ്യത്രേ. അല്ലാഹുവേ, എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളത് കൊണ്ടല്ലേ ഖുർആൻ ഓതാത്തത്? പടച്ചവനെ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്ക്, ശിഫ കൊടുക്ക്, നീ കരുണ കാണിക്കുകയെന്ന് മലക്കുകൾ പോലും ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾക്ക് പരിചയമുള്ള ചില വീടുകളുണ്ട്. നമുക്കൊരു ദിവസം ഇത് പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പായിപ്പാടുള്ള ചില വീടുകൾ ആർക്കറിയാം? ജിബിരിൽ എന്ന മലക്കിന് പോലും അറിയാം. അങ്ങനത്തെ ചില വീടുകളുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഭവനത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും. നിന്റെ മരണം മലക്കുകൾക്ക് പോലും വേദനയുണ്ടാക്കും. 3ാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ മരിച്ചു കഴിഞ്ഞു, നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു, നിന്റെ മയ്യത്ത് കഫം പൊതിഞ്ഞു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയിൽ നിന്നും മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാ. ഇവിടെ അപ്പൊ മയ്യത്ത് കെട്ടിലിരിക്കണ മദ്രസയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടില്ലപ്പാ. എന്നെ പൊടിയടിച്ചിരിക്കുകയാണോ? വീട്ടിലേക്ക് വരേണ്ട ബെൻസ് കാറാട്ടാ. ഒന്ന് നോക്കറോ? എല്ലാരും കൂടെ ഓടിയാതെപ്പാ, കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അങ്ങോട്ട് നോക്കുക. പോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് പറ്റിയതേക്കാ? ബൈക്ക് മറിഞ്ഞ? ഇൻഷാ അല്ലാ നോക്കാം. പോകുന്നവർ നോക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ എല്ലാവരും എഴുന്നേറ്റ് പോയി. ഇൻഷാ അല്ലാ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തൊക്കെ വല്ല കുഴപ്പമുണ്ടോ? എന്താ ബൈക്കിന് വേണം?
ഇൻഷാ അല്ലാഹ് അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാനുള്ള ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിലേക്ക് മയ്യത്ത് കട്ടിൽ കൊണ്ടുവരുമല്ലോ. കുടുംബക്കാര് മുഴുവനും നിന്നെ കുളിപ്പിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട്, നല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട്, പടച്ചവനെ അതാ കുടുംബക്കാര് മുഴുവനും സുഗന്ധമൊക്കെ തേച്ചിട്ട് ആ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് നിങ്ങളെ എടുത്ത് കിടത്തിയിട്ട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ ചുമന്നുകൊണ്ട് വരുമല്ലോ. പള്ളിയിലേക്ക് നിങ്ങളുടെ മയ്യത്തുകൾ കൊണ്ടുവരുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര്, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കുമെന്ന് ആദരിക്കുമെന്ന് കരുതിയവര്, മനസ്സിൽ നിയ്യത്ത് ചെയ്തവര്, എൻ്റെ പ്രിയമുള്ളവരെ, എത്രയോ പേര് പരിശുദ്ധമായ ഖുർആനെന്ന് തുറന്നു നോക്കാത്തവരുണ്ട്. പല വീടുകളുടെയും അലമാരിക്കകത്തുള്ള ഒരു കാഴ്ച വസ്തുവായിട്ട് ഖുർആൻ മാറിയല്ലോ. പല വീടിന്റെയും ടിവിയുടെ അടിയിൽ, പല വീടിന്റെയും തട്ടുംപുറത്ത് പൊടിയടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ കിടക്കുന്നത്. അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയൊന്ന് തുടച്ചു കളയാൻ, അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയൊന്ന് തുടച്ചു കളയാൻ പലരും തയ്യാറാകാറില്ല. അതൊന്ന് തുറന്നു നോക്കാറില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ശാപമാണ്. ഉസ്താദേ, വീടിൻ്റെ അകത്ത് സമാധാനമില്ല, വീടിൻ്റെ അകത്ത് സന്തോഷമില്ല. പടച്ചവനെ, പരാതി പറയുന്ന പിതാക്കന്മാരോട്, നിന്റെ വീടിൻ്റെ അകത്തിരിക്കുന്ന ഖുർആൻ, അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്ന ഖുർആൻ, അത് നീ ഒന്ന് തുറക്കാതെ വരുമ്പോ, അതൊന്ന് തുറന്ന് ഓതാതെ വരുമ്പോ, ആ ഖുർആൻ നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരുന്നിട്ട് ആ ഖുർആൻ പറയുന്നു, നാഥാ, എന്നെ ഒന്ന് തുറന്നു നോക്കുന്നത് പോലുമില്ല അല്ലാ. പടച്ചവനെ, എന്നെ ഓതുന്നില്ല തമ്പുരാന്, എന്നെ പാരായണം ചെയ്യുന്നില്ല തമ്പുരാന്, എന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഇവര് തുടയ്ക്കുന്നില്ല, ഇവരെന്നെ പരിഗണിക്കുന്നത് പോലുമില്ല. ആ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് നിനക്ക് ശാപമാ. ആ നിന്നെ ശപിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിന്റെ വീടിന്റെ അകത്ത് സമാധാനമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, നിന്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, നിന്റെ വീടിന്റെ അകത്ത് ബറക്കത്തുണ്ടാകുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ. നിർബന്ധമായിട്ടും പടച്ചവനെ, നീ നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട് പറയണം, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും ഈ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതണം. അത് നിർബന്ധമാക്കണേ. അല്ലാതെ നീയും നിന്റെ കുടുംബം ഖുർആനിന്റെ ശാപം കിട്ടുന്നവരാകരുത്. എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമെന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ അമിതമായി ഓതുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങളുടെ മയ്യത്ത് ചുമക്കുന്നതാരാ? നിങ്ങളുടെ മക്കളല്ല, നിങ്ങളുടെ കൂടപ്പറപ്പല്ല, നിങ്ങളുടെ കുടുംബക്കാരല്ല, നാട്ടുകാരല്ല. പിന്നെ നിങ്ങളുടെ ജനാസ ചുമക്കുന്നതാരാ? പായിപ്പാട് പള്ളിയിലേക്ക് നിന്റെ ജനാസ നിന്റെ വീട്ടിൽ നിന്ന് ചുമന്നു കൊണ്ടുവരുന്നതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കുകയാ. മലക്കുകൾ, ഖുർആൻ സ്നേഹിച്ചവര്, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവര്, ഖുർആൻ ഓതിയവർ, അവരെ ഖുർആനിന്റെ അഹ്ലുകാര്, അവരുടെ ജനാസം മലക്കുകൾ ചുമക്കുകയാ. ഇതിനേക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരോട് പായിപ്പാട്
പള്ളിയിൽ ഖബർ കുഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ പള്ളിയിൽ ഖബർ കുഴിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആരുടെയെങ്കിലും മയ്യത്ത് ഖബറടക്കാൻ ഖബർ വെട്ടിയപ്പോ മണ്ണിന് വല്ല സുഗന്ധവുമുണ്ടായിരുന്നോ? പായിപ്പാട് പള്ളിയിലെ ഖബർ കുഴിക്കുന്നവരുണ്ടല്ലോ, പള്ളിയിൽ ഖബർ കുഴിക്കണ ആരെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ പോയിട്ട് ചോദിക്കാം, ആരുടെയെങ്കിലും മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ വല്ല സുഗന്ധവും നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇതേപ്പോ ഖജാൻജി എന്തിനു കുഴപ്പമുണ്ടോ ചങ്ങായിക്ക്? വണ്ടി തട്ടിയിട്ടല്ലേ? ശരി, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. ആരാപ്പാ ഇതൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ ജീവിതത്തിന്റെ വില, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ ആയുസ്. എന്തെല്ലാം മോഹത്തോടു കൂടി പോകുന്നവരാ. അള്ളാഹു അപകടം, നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ, അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ. രാത്രി ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്നവർ, ഇത്രയോ ജീവിതം. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം പോകുന്നത്, എല്ലാം ഒറ്റ സെക്കൻഡുകൾ കൊണ്ട്. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു തിരുവല്ലയിൽ ആക്സിഡന്റ് പറ്റിയത്. ഇതെല്ലാം പ്രതീക്ഷയോടുകൂടി വരുന്നവർ. ആലപ്പുഴ ബൈപ്പാസ് തുറന്നതേ ഉള്ളൂ, എത്ര അപകടം കഴിഞ്ഞിപ്പോൾ തന്നെ പായുകയാ. വണ്ടികൾ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി കിട്ടിയാൽ പിന്നെ ആക്സിലേറ്റർ കൂട്ടാ 150 100. എന്തെന്നറിയോ? ഗെയിം കളിച്ച് പഠിച്ചു. ചെറിയ കുട്ടികൾ മുഴുവൻ ഇന്ന് ബൈക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പീഡ് കൂടാനുള്ള കാരണം എന്തേ? ഇപ്പൊ ഗെയിമുകൾ അതിങ്ങനെ ഓടിച്ച് പഠിച്ചു അവസാനം ഇപ്പൊ അങ്ങനത്തെ ബൈക്ക്, ഇങ്ങനത്തെ ബൈക്ക്, പിന്നെ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഓടുന്നത് പോലെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഖബർ കുഴിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ? ഖബർ കുഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ആരെങ്കിലും ഖബർ കുഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കൈ പൊക്കിക്കേ. ഖബർ കുഴിച്ചവൻ കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ആരെങ്കിലും ഒരു മയ്യത്തിന് ഖബർ കുഴിച്ചു കൊടുത്താൽ അവനൊരു വീട് വെച്ചു കൊടുക്കുന്ന പോലെ. ഈ പായിപ്പാടൊരു വീട് കെട്ടി എത്ര കൊല്ലം ജീവിക്കും നിങ്ങളൊക്കെ? ഞാനൊരു വീട് പണിതിട്ടുണ്ട്, ഞാൻ എത്ര കാലം ജീവിക്കും? ഞാൻ മരിക്കുന്നതോടുകൂടി തീർന്നു. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടാ? പള്ളിപ്പറമ്പില്. ഇപ്പൊ ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരു 10 30 50 കൊല്ലം മുമ്പ് മരിച്ചവരും കിടപ്പില്ലേ? ഉണ്ടോ? 50 കൊല്ലം. ഇനി എത്ര കൊല്ലം കിടക്കണം? എത്ര കൊല്ലം? അപ്പൊ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എവിടാ? ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എവിടാ? പള്ളിപ്പറമ്പില്. കോടികൾ മുടക്കി വീട് കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ കിടക്കാൻ യോഗമില്ല. ഈ പള്ളിപ്പറമ്പിലാ വന്ന് കിടക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞ പള്ളിക്ക് വല്ലതും കൊടുക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത് ഇതല്ലേ തറവാട്, ഇതല്ലേ തറവാട്. അവസാനം വന്ന് കിടക്കേണ്ടത് ഈ താഴെ കാണുന്ന ആ കാട്ടിലല്ലേ? എൻ്റെ പൊന്നാര സെക്രട്ടറി പ്രസിഡന്റ്, ഒരു ലൈറ്റ് വെക്കണം കേട്ടോ അവിടെ പള്ളിപ്പറമ്പിൽ. ആ പാവങ്ങൾക്ക് ഒരു പ്രകാശം. കാരണം ഖബറിന്റെ അകത്തേക്ക് പ്രകാശം കിട്ടിയില്ലെങ്കിൽ ലൈറ്റെങ്കിലും. ഇതിലെങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാ. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റൊക്കെ വെക്കണോപ്പാ. ഖബറാളികളാണെന്ന് പറഞ്ഞിട്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യാൻ പറയും? ഇരുട്ടിക്കൊണ്ട്. ഒന്നാമതേ ഖബറിന്റെ അകത്ത് ഇരുളെന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ പറയും ഉസ്താദ് ഖബറിനകത്ത് തീയുണ്ടല്ലോ, പിന്നെന്തിനാണ്? അങ്ങനെയല്ല, ഇപ്പൊ അവര് ലൈറ്റൊക്കെ വെക്കണം. ഇൻഷാ അല്ലാഹ് വെച്ചോ. എൻ്റെ പൊന്നാര മെമ്പറെ പഞ്ചായത്തിൽ നിന്ന് വല്ലതും കിട്ടുമെങ്കിൽ അവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചുകൂടും ഇൻഷാ അല്ലാഹ്. കാരണം എന്താ, ഇപ്പം പള്ളിപ്പറമ്പ് ഞാൻ അങ്ങനെ പോകുമ്പോൾ മതിലിൻ്റെ സൈഡിൽ അങ്ങനെ കൊണ്ട് പോകുമ്പോൾ ഒരു മതിലിൻ്റെ സൈഡിൽ ലൈറ്റ് ഇരിപ്പുണ്ട്. നിങ്ങളുടെ വീടാണ് അപ്പോൾ താഴെ ഉള്ളത്? ഇപ്പോൾ നിങ്ങളല്ലല്ലോ മറ്റേക്കാടെ വീട്. അങ്ങോട്ട് പോണ വഴി ലൈറ്റ്. ഇവിടെ പോകുമ്പോൾ ലൈറ്റൊക്കെ, ഒരു നല്ല ലൈറ്റൊക്കെ വെക്കണം. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ഖബറിനം അള്ളാഹു പ്രകാശമാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഖബർ കുഴിച്ചാൽ എന്തേ പ്രതിഫലം? ഒരു വീട് വെച്ചു കൊടുക്കുക. ഖബറാളികൾക്കൊരു വീട് വെച്ചു കൊടുക്കുക. ഖബർ കുഴിക്കാന്ന് പറഞ്ഞാ അള്ളാഹു നിനക്ക് സ്വർഗത്തിലൊരു ഭവനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖബർ നിനക്കെന്ന് പറഞ്ഞാൽ നിനക്ക് ഖബർ കുഴിക്കണ സമയത്ത് പോയി കൂടണം. എന്താ നിങ്ങൾക്കൊന്നും ഖബർ കുഴിക്കാൻ അറിയില്ല? ഇവിടെ ആരാപ്പ കുഴിക്കണത്? അത് വെളിയിൽ നിന്ന് വിളിക്കുമല്ലേ? ഇവിടെ അങ്ങനെ ഇൻഷാ അല്ലാഹ് അതിനൊരു ബാച്ച് വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പള്ളിയിൽ ഖബർ കുഴിക്കാൻ അൽഹംദുലില്ലാ ചെറുപ്പക്കാരൊക്കെ ഖബർ കുഴിക്കാൻ മരിച്ചതിന് ശേഷമല്ലപ്പാ, നേരത്തെ ഒരു ഖബർ കുഴിച്ചിടണം. ആരോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഖബറി ഇറങ്ങി കിടക്കണ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നുണ്ട്. അൻസാരിയാണ് പറയാനിട്ട് ആരോ ഒന്നിറങ്ങി കിടക്കണോപ്പാ, അതൊരു വല്ലാത്തതാ. ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഖബറിൻ്റെ അകത്ത്. ഖബറിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കണം, ഒന്ന് നോക്കണം, ഒന്ന് കിടന്നൊക്കെ നോക്കണം. അത് വലിയ പാവമൊന്നുമില്ല, നല്ലതാ. അവസാനം അവിടെ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ബോധം വരുമല്ലോ.
ഒറ്റയ്ക്ക് ഖബറിനൊക്കെ പോയി എന്നിട്ടൊന്ന് ഇറങ്ങി നിൽക്കണം. ഖബറിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കിടന്നു നോക്കണം, നീളമൊക്കെ കറക്റ്റാണോ. നമുക്ക് പേടി അങ്ങോട്ട് പോകാൻ തന്നെ. ഷൗക്കണ്ണൊക്കെ ഇത്തിരി നീളമുള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ഇത്തിരി നീളമുള്ളവരാ. ഇത്തിരി ഖബറിന് ഇത്തിരി സാധാരണ പോരാ, ഇത്തിരി നീളത്തിൽ വേണം. ഇൻഷാ അല്ലാഹ്. ഷൗക്കണ്ണൻ പേടിച്ചു പോയോ? നല്ല തസ്വ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പാവം അൽഹംദുലില്ലാഹ്. ഷൗക്കണ്ണൻ പറഞ്ഞിരിക്കുന്ന നേരത്തെ വെട്ടിയിടണമെന്നല്ലേ? ശരി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബർ കുഴിക്കാൻ കൂടണം കേട്ടോ. ഖബർ കുഴിക്കുന്നത് കണ്ടാൽ ഇൻഷാ അല്ലാഹ് ജമാഅത്ത് ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ കുഴിച്ചിടാൻ, നേരത്തെ ഖബർ കുഴിച്ചിടാൻ. ഖബർ കുഴിക്കുന്ന സമയത്ത് പോയിട്ട് ഒരു മമ്മട്ടി കൊണ്ടെങ്കിലും ഒന്ന് വെട്ടിക്കൂട്. കാരണം ഒരു വീട് വെച്ച് കൊടുക്കുക. ഒരു ഖബറാളികൾക്ക് നീ ഒരു വീട് വെച്ച് കൊടുക്കുക. ആ വീട് വെച്ച് കൊടുക്കുന്നതിന് പകരം അല്ലാഹ് എവിടെ വീട് തരും? സ്വർഗത്തിൽ വീട് തരും. അപ്പൊ ഇനി മുതൽ ഖബർ കുഴിക്കുമ്പോൾ കൂടുവോ? ഇവിടെ ചെറുപ്പക്കാർ ഒരുപാട് പേര്, ചങ്ങായിമാരെ ഇനി പള്ളിപ്പറമ്പിൽ ഇറങ്ങണം ഖബർ വെട്ടാൻ കേട്ടോ. മാരൊക്കെ പഠിപ്പിക്കണം. എല്ലാവരും ഖബർ വെട്ടാൻ അറിയുന്ന ഒരാൾ മതി, പിന്നെ ബാക്കിയൊക്കെ പഠിക്കാൻ. കുഴി വാഴയ്ക്ക് വീട്ടിൽ തെങ്ങിന് പോലും കുഴിയെടുക്കാത്ത ടീമുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഖബർ കുഴിക്കുന്ന സമയത്ത് ചിലർക്ക് ഖബർ വെട്ടുമ്പോൾ ഒരു മണം, ഒരു സുഗന്ധം. ചില ആൾക്കാരെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുന്ന സമയത്ത് മണ്ണിന് പോലും സുഗന്ധം. ആരുടെ മണ്ണ്? ആർക്ക് വേണ്ടി ഖബർ കുഴിക്കുമ്പോഴാ? അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവരുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ ചുമക്കുന്നവരുണ്ടല്ലോ, മക്കളെ ഖുർആൻ അനുസരിച്ച് ജീവിപ്പിക്കുന്നവരുണ്ടല്ലോ, മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. ഒരിക്കലുമല്ല. തെളിവ് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായിരുന്നു. 36ാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്താകുന്നത്. മുസ്ലിമായത് 30ാമത്തെ വയസ്സിൽ. എത്രാമത്തെ വയസ്സിൽ മുസ്ലിമായി? 30. എത്രാമത്തെ വയസ്സിൽ മരണപ്പെട്ടു? 36. 6 വർഷമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. നമ്മൾ 50-ഉം 60-ഉമായി. അള്ളാഹു കാക്കുമാറാകട്ടെ. 6 വർഷം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങി എന്ന് ചരിത്രം പറയാ. ഈ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച സഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അതല്ലേ വിശ്വാസി? 60 കൊല്ലം ജീവിച്ചില്ല, 6 കൊല്ലം ജീവിച്ച ഈ 36 വയസ്സുകാരനായി സഹാബി. 36 38 വയസ്സ് ഓർമ്മയില്ല. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ ചരിത്രം പറയുന്നു. 6 അല്ലെങ്കിൽ 8 വയസ്സ്. ഈ ചുരുങ്ങിയ കാലം ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങി. ചരിത്രം പറയുകയാ, ഈ സഹാബിയുടെ മയ്യത്ത് കാണാൻ പോയവർക്ക് കൊതി തോന്നി. കാരണം മുഖത്ത് പ്രകാശം, മുഖത്ത് പ്രകാശം, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. പടച്ചവനെ, മലക്കുകൾക്ക് പോലും സങ്കടമായത്. പടച്ചവനെ, പ്രവാചകൻ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വഹാബിയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവേ, മലക്കുകളാണ് ജനാസ ചുമന്നത്, മലക്കുകളാണ് ജനാസ ചുമന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവരള കുത്തികെട്ടാണ് നടക്കുന്നത്, തള്ളവരള കുത്തികെട്ടാണ് മുത്തുനബി നടന്നത്. ഖബറടക്കാൻ നിൽക്കുമ്പോ പ്രവാചകന്റെ മുട്ട്, അതാ പ്രവാചകൻ തള്ളവരള കുത്തികെട്ട് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അതാ ഖബറടക്കി കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തേ നബിയേ തള്ളവരള കുത്തികെട്ട് നിന്നത്? സഹാബാ, സ്ഥലമില്ല സഹാബ, കാല് കുത്താ സ്ഥലമില്ല സഹാബ. ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. എനിക്ക് കാല് കുത്താൻ പോലും സ്ഥലമില്ല. എന്റെ തള്ളവരള കുത്തികെട്ട് നിന്നതാണ് സഹാബ.
70,000 മലക്കുകൾ. ഇതിനെക്കാലം നിനക്കെന്ത് പ്രതിഫലമാ? ഈ സ്വഹാബിക്ക് കിട്ടിയ പ്രതിഫലമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബർ കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, ഖബറിന്റെ അവസാനം പണി കഴിഞ്ഞപ്പോ ഖബറിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്. ഖബറിന്റെ അകത്ത് നിന്ന് അവസാനം ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്, തന്റെ മടിയിൽ വെക്കുകയാണ്. ഖബറൊക്കെ അടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത പരിമളമോ, വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. ഈ മനുഷ്യൻ അവിടെ നിന്ന് നോക്കുകയാണ്, എവിടെ നിന്നാ പടച്ചവര് ഈ സുഗന്ധം അടിക്കുന്നത് എവിടെ നിന്നാണ്? അല്ലാഹുവേ, നോക്കുമ്പോ ിന്റെ ഖബറിന്റെ അകത്ത് നിന്ന് വാരിയ മണ്ണിലാ. പടച്ചവനെ, വല്ലാത്ത സുഗന്ധമായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്, ആ മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയല്ലോ, എല്ലാവരും കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നല്ലോ, നിന്റെ ജനാസ ചുമന്നല്ല മലക്കുകളായിരുന്നല്ലോ, 70,000 മലക്കുകൾ നിന്റെ ജനാസ ഖബറടക്കാ കടന്നു വന്നല്ലോ. ഖബർ കുടിച്ചപ്പം മണ്ണിനു പോലും സുഗന്ധമാ, ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമാ. എങ്ങനെ കിട്ടി മുആദ്? എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ. ഞാൻ ഖുർആൻ ഓതിയതിന് പടച്ച റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാ. ഈ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ? ഈ ചരിത്രമാണ് തെളിവ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് ഉസ്താദേ ഓർമ്മ വെച്ച കാലം ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലം വരെ ഞാൻ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഖുർആനിനെ സ്നേഹിക്കുന്നവനാണ്, ഖുർആനിനെ ആദരിക്കുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവനാണ് എന്ന് തീരുമാനമെടുത്ത നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനിന്റെ അഹ്ലുകാരിൽപ്പെട്ടോ. പഠിച്ചവർക്ക് 40 പേര് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഒരാളെയെങ്കിലും നിനക്ക് കൊണ്ടുപോകണ്ടേ? നിനക്കൊരാളെയെങ്കിലും കൊണ്ടുപോകാൻ അവസരം അല്ലാഹു തരുമെന്ന് ചരിത്രം പറയുമ്പോ വീടിന്റെ അലമാരിക്കകത്തിരുന്ന് പൊടിയടിക്കാനുള്ളതല്ല ഖുർആൻ. കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് മാത്രം എടുക്കാനുള്ളതല്ല ഖുർആൻ. അത് വീടിന്റെ അകത്തിരിക്കുമ്പോ പലരും അതിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും തുടയ്ക്കാറില്ല. അല്ലാഹുവേ, ഖുർആനിന്റെ ശാപം കിട്ടുന്നവരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. നിനക്കതിന്റെ മഹത്വം അറിയാനട്ടാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാസിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ഖുർആനെങ്ങാണ് നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് കാഴ്ച വസ്തു പോലെ ഇരിക്കുന്ന പൊടിയടിച്ചിരിക്കുന്ന അലമാരിയുടെ മുകളിലെടുത്തിട്ടിരിക്കുന്ന ഖുർആനുണ്ടല്ലോ, അതെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കില് പലരുടെയും വീടിന്റെ അകത്ത് കണ്ണാടിക്കകത്ത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നത് നിരത്തി വെച്ചിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ കാണാനാ?
അങ്ങനെ വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ഖുർആൻ എടുത്ത് തുറന്നു നോക്കണം. ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ശപിക്കും. അതാ നിന്റെ വീട് നേരെയാകാത്തത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? ടി വിയുടെ അടിയിൽ അല്ലെങ്കിൽ അലമാരിയുടെ മുകളിൽ കിടക്കാം പൊടിയടിച്ചിട്ട് ആ പൊടിയെങ്കിലും ഒന്ന് തൂക്കണ്ട ചങ്ങാതി. അല്ലാഹു അലം. പല വീട്ടിൽ പിന്നെ ഖുർആൻ പോലും ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നോർത്താൻ നല്ലതാ, ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും നല്ലത്. സുബ്ഹാനല്ലാഹ്. പള്ളികളിലൊക്കെ ഖുർആൻ അലമാരിക്കകത്ത് വെച്ചതാ. ഇനി റമളാൻ എത്തണം, 27-ാം രാവ് ഒന്ന് എടുക്കണമെങ്കിൽ. അല്ലാഹു അലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ വീടിൻ്റെ അകത്തിരുന്ന ശപിച്ചുകൊണ്ടിരിക്കും നമ്മളെ. അത് തുറക്കണം, അത് വൃത്തിയാക്കണം, അതിനെ സൂക്ഷിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. അള്ളാൻ്റെ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ പേടിച്ചിട്ട് ആ പർവ്വതം പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. നമുക്ക് ഒന്നുമില്ല, അതിന് നൽകേണ്ട പരിഗണന നൽകുന്നില്ല. ഇങ്ങനെ കൊണ്ട് നടക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആനിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്ക്, പഠിപ്പിക്ക്. ഒരാളെങ്കിലും ഖുർആനിൻ്റെ അഹിലുകാരിൽ പെടുത്ത് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ കുടുംബ പരമ്പരകളിലെങ്കിലും നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ, കൊച്ചുമക്കൾ ആരെയെങ്കിലും ഇൻഷാ അള്ളാഹ് പഠിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ. അതാണിപ്പാ, ഇതിനേക്കാളും വേറെ ഒന്നുമില്ല. ഒരു ഖുർആൻ പഠിക്കുന്നൊരു മകൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനേക്കാളും വേറെ ഒന്നുമില്ല. വലിയ ഭാഗ്യമാണ് അല്ലാഹു തരുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ.